അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് സോർട്ടിംഗ് ആണ്. അപ്പോൾ ക്വിക്ക് സോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അറേനെ നമ്മൾ ഇന്ന് സോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ അറേ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 6 എലമെന്റ്സും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വിക്ക് സോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അറേനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു എലമെന്റ് ഫസ്റ്റ് ലൊക്കേഷനിൽ വരുന്ന എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും, പിവോട്ട് എലമെന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അത് ആക്ച്വലി നമുക്കൊരു റെഫറൻസ് പോലെ, ഒരു റെഫറൻസ് എലമെന്റ് പോലെയാണ്. അപ്പൊ അതിന് പിവോട്ട് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ആണ് 6 എന്ന് പറയുന്ന എലമെന്റ് ആണ് നമ്മുടെ പിവോട്ട് എലമെന്റ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഐട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ കൊടുത്തു, ഐ വെച്ചിട്ട് ഈ ഒരു അറേയുടെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ടും ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐ സെർച്ച് ചെയ്യുന്നത് 6-നേക്കാളും വലിയൊരു എലമെന്റ് ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഐ സെർച്ച് ചെയ്യുന്നത്. ജെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ ഒരു 6-നേക്കാളും ചെറിയൊരു എലമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് ജെ സെർച്ച് ചെയ്യുന്നത്. സോ ഐ ഈസ് സെർച്ചിങ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആൻഡ് ജെ ഈസ് സെർച്ചിങ് ഫോർ എ ലോവർ എലമെന്റ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഐട്രേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഐ എന്ത് ചെയ്യും, 6 അതുപോലെ തൊട്ടടുത്തുള്ള ഈ ഒരു എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ 5 എന്താണ്, 6-നേക്കാൾ ചെറുതാണ്. നെക്സ്റ്റ് വീണ്ടും ഐ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 8-ലോട്ട് വരും. അപ്പൊ എന്താണ്, ഈ ഒരു ലൊക്കേഷനിൽ എന്തുണ്ട്, 6-നേക്കാളും വലിയൊരു എലമെന്റ് ഉണ്ട്. അതായത് ഇത് 6-നേക്കാളും വലിയൊരു എലമെന്റ് ആണ്. നമ്മുടെ ഐ ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അതും 6-നേക്കാൾ വലിയൊരു എലമെന്റ് അത് കണ്ടുപിടിച്ചു. ഇനി ജെ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റുമായിട്ട് 6-നെ കമ്പയർ ചെയ്യുവാണ്. അപ്പൊ എന്താണ്, ഈ 2 എന്ന് പറയുന്നത് 6-നേക്കാൾ ചെറുതാണ്. അപ്പോൾ ജെ ഒരു 6-നേക്കാൾ ചെറിയൊരു എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു ആൻഡ് ഐ 6-നേക്കാൾ വലിയൊരു എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്താ നടക്കാന്ന് വെച്ചാൽ ഒരു സ്വാപ്പിംഗ് ആണ്. നമ്മുടെ ഈ ഒരു ഐ വാല്യൂം അതുപോലെ ജെ വാല്യൂം തമ്മിൽ ഒരു സ്വാപ്പിംഗ് നടക്കും. ഈ രണ്ട് എലമെന്റ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സ്വാപ്പിങ്ങിന് ശേഷം 6 5 ഇവിടെ നമുക്ക് എന്ത് വരും, 2 വരും, അതുപോലെ 1 7. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്വാപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഐ ഇരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. ഓക്കെ, ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഐ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഐ എന്ത് ചെയ്യും, അടുത്ത ഐട്രേഷനിൽ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 1-ഉമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ 1 എന്താണ്, 1 നമ്മുടെ 6-നേക്കാളും ചെറിയൊരു എലമെന്റ് ആണ്. അപ്പൊ ജെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ജെ 6-നേക്കാളും വലിയൊരു എലമെന്റിനെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ 1 ചെറുതാണ്. അപ്പൊ അതൊന്നുകൂടി ഐട്രേറ്റ് ചെയ്ത് 7-ലോട്ട് വരും. അപ്പൊ 7 എന്താണ്, 6-നേക്കാളും വലിയൊരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ജെ ആണെങ്കിൽ അപ്പൊ നമ്മുടെ ഐ ഇവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു 6-നേക്കാൾ വലിയൊരു എലമെന്റ്. ഓക്കെ, ഇനി ജെ എന്താണ്, ഇപ്പൊ ഓൾറെഡി 8-ലായിരിക്കുന്നത്, 6-നേക്കാളും ചെറിയൊരു എലമെന്റിനെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇത് 7-ലോട്ട് വരും. അപ്പൊ ഇതെന്താണ്, 6-നേക്കാളും വലുത് തന്നെയാണ്. ആൻഡ് ദെൻ 1-ലോട്ട് വരും. 1 6-നേക്കാൾ ചെറിയൊരു എലമെന്റ് ആണ്. പക്ഷെ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഐ ആൻഡ് ജെ ക്രോസ് ചെയ്ത് പോയി. ഐ ഐട്രേറ്റ് ചെയ്ത് 7-ലോട്ട് എത്തി, ജെ ഐട്രേറ്റ് ചെയ്ത് 1-ലോട്ട് എത്തി. അപ്പൊ ഇവിടെ ഒരു ക്രോസിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്താൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ്ലി നമ്മുടെ ജെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കറന്റ് ജെ ഇരിക്കുന്ന ലൊക്കേഷൻ. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഐ ആൻഡ് ജെ എപ്പോ ക്രോസ് ചെയ്താലും ഈ ഒരു ജെത്ത് എലമെന്റും നമ്മുടെ പിവോട്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 ഫസ്റ്റ് ലൊക്കേഷനിൽ വരുന്ന 6, ഈ ഒരു പിവോട്ട് എലമെന്റും അതുപോലെ തന്നെ നമ്മുടെ ജെത്ത് എലമെന്റും തമ്മിലായിരിക്കും എന്തുണ്ടാവുക, സ്വാപ്പിംഗ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഐട്രേഷനിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 1 ഈ ഒരു സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ വന്നു, ബാക്കി 5 അതുപോലെ 2 ആ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെ, 6 ഈ ഒരു ലൊക്കേഷനിൽ വന്നു. അപ്പൊ ആക്ച്വലി പിവോട്ട് എലമെന്റ് ചേഞ്ച് ആവാൻ മീൻസ് ആ പിവോട്ട് എലമെന്റിന്റെ കറക്റ്റ് ലൊക്കേഷനിലോട്ടായിരിക്കും ഈ ഒരു സ്വാപ്പിംഗ് നടക്കണ്ടായിരിക്കും. അപ്പൊ ഇനി 6-ന്റെ ലൊക്കേഷൻ ഇപ്പോൾ ഫിക്സഡ് ആണ്. 6 ആക്ച്വലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. ഇനി ആ ഒരു 6-ന്റെ ലൊക്കേഷൻ ചേഞ്ച് ആവില്ല. അപ്പോൾ 6 കറക്റ്റ് ആയിട്ടൊരു ലൊക്കേഷനിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ്, ബാക്കി നമുക്ക് ഇവിടെ 7 ഉണ്ട്, 8 ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അറേനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം.
6ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്താണ് നമ്മുടെ അറേ 6നേക്കാൾ ചെറുതും റൈറ്റ് സൈഡിലോട്ട് 6നേക്കാൾ വലിയ എലമെന്റ്സും ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഈ ഒരു അറേനെ നമുക്ക് രണ്ട് സബ് അറേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. ഇവിടെയുള്ളത് 6നേക്കാൾ കുറഞ്ഞ സംഖ്യകളാണ്, ഇവിടെയുള്ളത് 6നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഐട്രേഷനിൽ എന്താന്ന് വെച്ചാൽ ഈ ഒരു 6നേക്കാൾ ചെറിയ നമ്പേഴ്സ് വരുന്ന ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു സബ് അറേയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പിവോട്ട് എലമെന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ആണ് നമ്മുടെ പിവോട്ട് എലമെന്റ്. അത് ആക്ച്വലി 1 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഐ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഐ എന്ന് പറയുന്ന ഐട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ജെ. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി ഈ ഒരു സബ് അറേയിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഐ ചെക്ക് ചെയ്യുന്നത് 1നേക്കാൾ വലിയൊരു സംഖ്യയാണ്. അപ്പൊ എന്താണ് സംഭവിക്കാം? ഐ 5 ആയിട്ട് കമ്പയർ ചെയ്യുന്നു, 1നേക്കാൾ വലിയൊരു സംഖ്യയാണ് 5. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പായി, ഐ ഇവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. ഇനി ജെ സെർച്ച് ചെയ്യുന്നത് 1നേക്കാൾ ചെറിയൊരു സംഖ്യയാണ്. അപ്പോ ആക്ച്വലി 2 1നേക്കാൾ വലുതാണ്. അപ്പൊ വീണ്ടും 5ലോട്ട് വരും, പിന്നെ വീണ്ടും 1ലോട്ട് വരും. ഒന്നെങ്കിൽ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണ് ജെ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ജെ എന്ത് ചെയ്തു? ഇതാ ഇവിടെ 1ന്റെ അവിടെ എത്തിയപ്പോ എന്തായി? ഈക്വൽ ആയിട്ടുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. ആൻഡ് ഐക്ക് ഇവിടെ എന്ത് സംഭവിച്ചു? ഗ്രേറ്റർ ദാൻ 1 ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഐ ആക്ച്വലി ക്രോസ് ചെയ്ത് ഇവിടെ വരെ എത്തി, ഈ ഒരു 5ലോട്ട് എത്തി. ജെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്ത് 1ലോട്ട് വന്നു. അപ്പൊ ഇപ്പൊ ആക്ച്വലി 1 എന്ന് പറയുന്നത് ജെയും അതുപോലെ 5 എന്ന് പറയുന്നത് എന്തുവാണ്? ഐയും ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ എന്തായി? ആക്ച്വലി ഈ ഒരു ഐ ജെനെ ക്രോസ് ചെയ്തു വന്നു. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യും? ഈ ഒരു പിവോട്ട് എലമെന്റ് ആയി ജെനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇവിടെ ആക്ച്വലി പിവോട്ട് എലമെന്റും ജെയും സെയിം ആണ്, വിച്ച് മീൻസ് ഈ 1ന്റെ ഈ ഒരു പൊസിഷൻ തന്നെയാണ് എന്ത്? ഫിക്സഡ് ലൊക്കേഷൻ. ഈ ഒരു 1ന്റെ ഫിക്സഡ് ലൊക്കേഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ 1 എന്തായി? ഓൾറെഡി സോർട്ടഡ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു 1നെ നമ്മളിൽ നോക്കേണ്ട കാര്യമില്ല. 1 ഓൾറെഡി ഇതിന്റെ ലൊക്കേഷനും കൂടി എന്തായി? ഫിക്സഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ 1ന്റെ ലൊക്കേഷൻ കൂടി ഫിക്സഡ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 1ന്റെ ലൊക്കേഷൻ കൂടി ഫിക്സഡ് ആയി. ഇനി നമുക്ക് വരുന്നത് ഏതാണ്? ഇവിടെ 1 5 2 6 7 8. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു ഇത് നമുക്ക് ഇപ്പൊ സോർട്ടഡ് ആയി, അതുപോലെ ഈ ഒരു 6ഉം സോർട്ടഡ് ആയി. ഇനി നമുക്ക് ഈ 5ഉം 2ഉം ഇടയിലുള്ള ഈ ഒരു സബ് അറേ ആണ് നമുക്ക് ഇനി സോർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതും അതുപോലെ ഇതും ഈ ഒരു അറേയാണ് നമുക്കിനി സോർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? പിവോട്ട് എലമെന്റ് ആയിട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സബ് അറേയില് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പിവോട്ട് എലമെന്റ്, ഇതാണ് നമ്മുടെ ഐ, ഇതാണ് നമ്മുടെ ജെ വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു? 5നേക്കാൾ വലിയൊരു നമ്പർ നോക്കിയിട്ട് ഐ പോകുന്നു. അപ്പൊ ഐ കണ്ടെത്തുന്നില്ല. ഈ ഒരു 2വിലോട്ട് വന്നു, 2 ചെറുതാണ്. പിന്നെ എന്ത് ചെയ്തു? 6ലോട്ട് വന്നു. ഓക്കെ, അപ്പൊ 6ലോട്ട് പോയപ്പോൾ വലിയൊരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ജെ എന്ത് ചെയ്തു? 5നേക്കാൾ ചെറിയൊരു നമ്പറാണ് നോക്കുന്നത്. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറാണ്. ഓക്കെ, അപ്പൊ എന്താ ആക്ച്വലി സംഭവിക്കും? ഈ ഒരു പിവോട്ട് എലമെന്റിനും ജെയും തമ്മിൽ എന്ത് ചെയ്യും? ഇവിടെ ആക്ച്വലി 1 ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്ത് പോയി. ഐ ഇപ്പോ നിൽക്കുന്നത് 6ലാണ്, ജെ ഇപ്പോ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഐ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു പിവോട്ട് എലമെന്റും ജെത്ത് എലമെന്റും തമ്മിൽ എക്സ്ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു 5ഉം 2ഉം തമ്മിൽ ഒരു ഇന്റർചേഞ്ചിങ് നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ആ ഒരു ഇന്റർചേഞ്ചിങ് നമുക്ക് എഴുതാം. 1 2 5 6 7 പിന്നെ 8. ഇത്ര എലമെന്റ്സ് എന്ത് സംഭവിച്ചു? ഈ ഒരു 2വിന്റെ പ്ലേസും ഫിക്സ്ഡ് ആയി, 5ന്റെ പ്ലേസും ഫിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായി? നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ 2 എലമെന്റ്സ് കൂടി നമ്മൾ സോർട്ടഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി സോർട്ടഡ് ആണ്, പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു എലമെന്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഈ ഒരു സബ് അറേയുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 7 ആണ്. അത് തന്നെയാണ് നമ്മുടെ പിവോട്ട് എലമെന്റ്. ഇവിടെ ഞാൻ ഐട്രേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ ജെ ഐട്രേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഐ എന്ത് ചെയ്യും? എപ്പോഴും 7നേക്കാൾ ഒരു ഗ്രേറ്റർ വാല്യൂ ആണ് ഐ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഐ എന്ത് ചെയ്യും? ഈ ഒരു 8ല് ഐ സ്റ്റോപ്പ് ആയി നിൽക്കും. ഇപ്പോ
8 എന്ന് പറയുന്നതാണ് നമ്മുടെ ഐ ഇവിടെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ട്. ജെ സെർച്ച് ചെയ്യുന്നത് എന്താണ്? 7നേക്കാളും ചെറിയൊരു നമ്പർ അല്ലെങ്കിൽ 7ന് ഈക്വൽ ആയ ഒരു നമ്പറാണ് ജെ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ജെ എന്ത് ചെയ്യും? ദാ ഇവിടെ സ്റ്റോപ്പായി നിൽക്കും. കണ്ടോ? അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ജെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഐ ജെ തമ്മിൽ ക്രോസ് ആയി വരും. ക്രോസ് ആയി വരുമ്പോ എന്താ സംഭവിക്കുക? ഈ ഒരു പിവോട്ട് എലമെന്റും ജെത്ത് എലമെന്റും തമ്മിൽ എക്സ്ചേഞ്ച് ആവും. അപ്പൊ ഈ പിവോട്ട് എലമെന്റും ജെത്ത് എലമെന്റും ഇവിടെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 7ന്റെ ലൊക്കേഷനും ദാ ഇവിടെ ഫിക്സ്ഡ് ആയി. ഓക്കെ, അപ്പൊ എന്തായി? നമ്മുടെ അറേ കംപ്ലീറ്റ് ആയിട്ട് സോർട്ട് ആയി. കാരണം ഇനി ഒരു ലാസ്റ്റ് എലമെന്റ് കൂടെ ഉള്ളൂ, ആ ഒരു ലൊക്കേഷൻ ഓൾറെഡി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സോർട്ടിങ് വരുന്നത്. അപ്പൊ ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വിക്ക് സോർട്ടിന്റെ പ്രോഗ്രാം. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ലൈനിൽ നമ്മുടെ stdio.h നമ്മുടെ ലൈബ്രറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ഞാൻ ഇവിടെ എന്താ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ആ ഡിക്ലറേഷന്റെ ഡെഫിനേഷൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ആ ഫംഗ്ഷന്റെ നെയിം ക്വിക്ക് സോർട്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു അറേ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഫസ്റ്റ് അതുപോലെ സെക്കൻഡ് 3 ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്താൽ നമ്മൾ എപ്പോഴും ഒരു സെമിക്കോളൻ ഇട്ടിട്ട് വേണം അത് എൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി ഈ ഒരു ലൈൻ. നമ്മളിവിടെ വോയിഡ് കൊടുത്തിരിക്കുന്നത് ഈ ഫംഗ്ഷനിൽ നമുക്ക് വാല്യൂസ് ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു വോയിഡ് മാറിയിട്ട് ആ റിട്ടേൺ ചെയ്യാനുള്ള ഇൻറ്റോ ഫ്ലോട്ടോ ഏതാന്ന് വെച്ചാൽ ഇവിടെ ഡാറ്റ ടൈപ്പ് വരും. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ വോയിഡ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റു മെയിൻ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 3 വേരിയബിൾസ്, 2 വേരിയബിൾസും അതുപോലെ ഒരു അറേയും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അറേ എലമെന്റ്സ് എത്ര നമ്പേഴ്സ് നമുക്ക് എൻറ്റർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൗണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പൊ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിൽ എത്ര നമ്പേഴ്സ് വേണം എന്നുള്ള ലിമിറ്റ് നമ്മൾ സ്റ്റോർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എൻറ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ നമുക്ക് വരുന്നത്? കണ്ടോ, സ്കാനപ്പില് നമ്മൾ കണ്ടോ ആംപ്രസന്റ് നമ്പർ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് എത്ര കൗണ്ട് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്രയും നമ്പേഴ്സ് നമ്മൾ ഇത് അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വിക്ക് സോർട്ട് നമ്പർ കോമ 0 കോമ കൗണ്ട് -1. അതായത് നമ്മളിവിടെ മുകളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ കോൾ ആണ്. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് നമ്പർ എന്ന് പറയുന്ന ഒരു അറേയും അതുപോലെ 0 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പർ 0 എന്ന് പറയുന്ന നമ്പറും അതുപോലെ ലാസ്റ്റ് നമ്പർ ഈ കൗണ്ട് -1 ആയിട്ട്, അപ്പൊ ഈ 3 വാല്യൂസും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ആക്ച്വലി ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ കോളിൽ നടക്കുക എന്ന് വെച്ചാല് ഈ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് പോകും? ഈ താഴെയുള്ള ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകും. അപ്പൊ ഇനി വർക്ക് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമ്മൾ 3 ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ അറേ, പിന്നെ നമ്മുടെ ഫസ്റ്റ് നമ്പർ, ദെൻ സെക്കൻഡ് നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ. അപ്പൊ ഈ ഒരു 3 വാല്യൂസ് ആണ് നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് വേരിയബിൾസ് ലൂപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ യൂസ് ചെയ്യാനായിട്ട് ഐ, ജെ, അതുപോലെ പിവോട്ട്. പിവോട്ട് ഇതിന്റെ പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, പിവോട്ട് എലമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരാള് ഐന്ന് ഐട്രേറ്റ് ചെയ്യുന്നു, അതുപോലെ ജെ ലെഫ്റ്റിലോട്ട് ഐട്രേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഫസ്റ്റും ലാസ്റ്റും, അതായത് നമ്മുടെ ഫസ്റ്റത്തെ അറേയുടെ 0 ആൻഡ് നമ്മുടെ ലാസ്റ്റ് എത്ര നമ്പർ ആണോ വരുന്നത് ആ ഒരു ഇൻഡെക്സിങ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? കമ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത് ഇവിടെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പിവോട്ട് എലമെന്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് എലമെന്റിനെ സെറ്റ് ചെയ്യും. ആ പ്രൊസീജിയറിൽ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിവോട്ട് എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് സെറ്റ് ചെയ്തു, ഐനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചു, ജെനെ നമ്മൾ ലാസ്റ്റ് ഇൻഡെക്സിംഗിൽ കൊണ്ടുവച്ചു. ഇനി നമ്മൾ എന്താ പ്രൊസീജിയറിൽ ചെയ്യുന്നത്? ഐ റൈറ്റ് സൈഡിലോട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു, ജെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഐയും ജെയും എന്താണ്? ജെ വലുതാണ്, ഐ ചെറുതാണ് എന്നുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യാത്ത ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിൽ നമുക്ക് വരുന്ന എന്താണ്?
നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ. ഇപ്പൊ ഇവിടെ 0 ആണ്. അപ്പൊ 0th എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പിവോട്ട് എലമെന്റുമായിട്ട് ഒരു കമ്പാരിസൺ അവിടെ വരുന്നത്. അപ്പൊ ആ ഒരു കമ്പാരിസൺ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തുകൂടി നോക്കുന്നുണ്ട്, ഐ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ ഇൻഡെക്സിംഗിലോട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐ എന്ന് പറയുന്നത് ഇറ്ററേറ്റ് ചെയ്യും. നമുക്ക് അവിടെ എന്താണ്, വേറെ വേറെ ഒരു ഫങ്ഷൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല, വേറെ പ്രൊസീജിയർ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നു, അടുത്ത ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്പർ ഓഫ് ജെ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂ ആണ്. അപ്പൊ ആ ഒരു വാല്യൂം അതുപോലെ നമ്മുടെ പിവോട്ട് നമ്പറുമായിട്ടാണ് അടുത്ത കമ്പാരിസൺ നമുക്ക് ഇവിടെ വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഐ എപ്പോഴും നമ്മുടെ നമ്പറിനേക്കാളും പിവോട്ട് എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഒരു നമ്പർ ആയിരിക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ജെ ആണെങ്കിൽ നമ്മുടെ പിവോട്ട് എലമെന്റിനേക്കാളും ഒരു ലെസർ ആയിരിക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ജെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് ഐട്രേറ്റ് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം അടുത്ത കണ്ടീഷൻ എന്താ, ഐ ആൻഡ് ജെ, ഐയും ജെ ഐനേക്കാളും ചെറുതാണോ. ഇഫ് ഐ ആൻഡ് ജെ ക്രോസ് ഈച്ച് അതർ, അവർ ക്രോസ് ചെയ്താൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, പിവോട്ട് എലമെന്റിനെയും ജെനെയും തമ്മിൽ നമ്മൾ കമ്പയർ, ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഒരു ടെമ്പററി വേരിയബിൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെന്റിനെ നമ്മൾ അതിന്റെ പൊസിഷനിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു സ്വാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഐത്ത് എലമെന്റും ജെത്ത് എലമെന്റും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ചിങ് നടക്കുന്നു. ഇനി ഐയും ജെയും ക്രോസ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ താഴത്ത് വരുന്ന ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. പിവോട്ട് എലമെന്റിനെയും ജെത്ത് എലമെന്റിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ചിങ് നടത്തുന്നു. അപ്പൊ ബാക്കി ലാസ്റ്റ് നമുക്ക് ഈ 2 ലൈൻസാ വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ കോൾ ആണ്. നമ്മുടെ ഈ ഒരു ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അകത്ത് തന്നെ നമ്മൾ വിളിക്കണം. അപ്പൊ ഇത് ആക്ച്വലി റിക്കർഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആണ്. എ ഫംഗ്ഷൻ ക്യാൻ കോൾ ബൈ ഇറ്റ് സെൽഫ്, ആ ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെയിം പ്രൊസീജിയർ ഇതിന്റെ സബ് അറേസിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ തന്നെ വീണ്ടും നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി മെയിൻ ഫംഗ്ഷനിലൂടെ തിരിച്ചു വരാം. അവിടെ നമുക്ക് ആകെ നമ്മുടെ സോർട്ടഡ് എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഓരോ എലമെന്റ്സും നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ്, ഇവിടെ താഴെ നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സി പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഇനി ഈ പ്രോഗ്രാം ഞാൻ റൺ ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ റൺ ബട്ടൺ ഉണ്ട്, ഞാനിപ്പോ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് റിസൾട്ട് എന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 6 എലമെന്റ്സ് ആണ് ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് എന്റെ ആ 6 എലമെന്റ്സും ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. 4 5 6 എലമെന്റ്സ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇതാ എന്റെ എലമെന്റ്സ് എനിക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇതാണ് ക്വിക്ക് സോർട്ട് അൽഗോരിതം, അല്ലെങ്കിൽ നമ്മുടെ സി പ്രോഗ്രാം. ക്വിക്ക് സോർട്ടിന്റെ സി പ്രോഗ്രാം നമുക്ക് ഔട്ട്പുട്ടും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.